പരിപാവനമായ റബീഉൽ അവ്വൽ മാസം വിട പറഞ്ഞ് പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസം നമ്മളിലേക്ക് കടന്നു വരുന്ന സുപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇന്ന് പരിപാവനമായ വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച രാവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്കറിയാം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇന്ന് മഗ്‌രിബോട് കൂടി, അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ റബീഉൽ ആഖിർ മാസം നമ്മളിലേക്ക് വരികയാണ്. രണ്ട് കാര്യം മറക്കരുത്. രണ്ട് കാര്യം ഇന്ന് ഒരൊറ്റ മനുഷ്യന് മറക്കരുത്. ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ഈ രണ്ട് കാര്യം മറക്കാതെ ചെയ്യണേ. അതോടൊപ്പം തന്നെ ഔലിയാക്കന്മാർ ആരാണ്, അവരെ എന്തിനാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അവരെങ്ങനെയാണ് ഇങ്ങനെ ഇത്രമാത്രം വലിയ പദവിയിലെത്തിയത്, ഔലിയാക്കന്മാരെ എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം, നാല് രൂപത്തിൽ ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് വിശദമായിട്ടുള്ള ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം ഔലിയാക്കന്മാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ചില ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് പറയാം. അവർ പറഞ്ഞ ദിക്റുകൾ പറയുമ്പോൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട റബീഉൽ ആഖിർ മാസവുമായി ബന്ധപ്പെട്ട വലിയ വിശാലമായ ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ആരും ഇത് കാണാതിരിക്കരുത്. നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ച ദിനത്തിലാണ്. അപ്പോൾ ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നാളെ വെള്ളിയാഴ്ച റബീഉൽ ആഖിർ ഒന്നായിരിക്കും. ഇനി അഥവാ നിലാവ് ഇന്ന് മഗ്‌രിബോട് കൂടി കണ്ടില്ലെങ്കിൽ നാളെ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയും റബീഉൽ അവ്വൽ മാസം 30 പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കാം ഒരു പക്ഷേ റബീഉൽ ആഖിർ 1. അപ്പോൾ ഇന്ന് മഗ്‌രിബോട് കൂടി നമുക്കറിയാൻ പറ്റും. ഏതായാലും ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസം എന്ന പുണ്യമായ പവിത്രമായ ആ ഒരു ദിനങ്ങൾ, ആ ഒരു മാസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങി യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്നും വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ പള്ളിയിൽ നിന്ന്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് അത് പോവുകയാണ്. അടുത്ത അതിഥി നമ്മളിലേക്ക് വരുന്നു. റബീഉൽ ആഖിർ മാസം. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യ വസന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. റബീഉൽ ആഖിർ എന്ന് പറഞ്ഞാലോ രണ്ടാം വസന്തം. എന്താണ് റബീഉൽ അവ്വൽ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മാസമാണ്. നബിതങ്ങളുടെ മദുഹും നബിതങ്ങളുടെ മൗലിദും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. നബിതങ്ങളെ പറ്റിയുള്ള ഒരുപാട് ഓർമ്മകളായിരുന്നു. റബീഉൽ ആഖിർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം അല്ലേ ഒരുപാട് ഔലിയാക്കന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് ഔലിയാക്കന്മാരുണ്ട്. ആ ഔലിയാക്കന്മാർ അവരൊക്കെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. ആ ഔലിയാക്കന്മാരുടെ ഒരു മാസമായിട്ടാണ് റബീഉൽ ആഖിർ മാസത്തെ നമുക്ക് ഉലമാക്കൽ പരിചയപ്പെടുത്തി തരുന്നത്. റബീഉൽ ആഖിർ രണ്ടാം വസന്തം എന്നൊക്കെ നമുക്കിതിന് പറയാം. ഉസ്താദേ, റബീഉൽ അവ്വൽ മാസത്തിനല്ലേ ശ്രേഷ്ഠത കൂടുതലുള്ളത്, പിന്നെ നിങ്ങൾ ഈ റബീഉൽ ആഖിർ മാസത്തിനെ ഒരുപാട് ഹൈപ്പ് ചെയ്ത് പറയുന്നത് എന്തിനാ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. റബീഉൽ അവ്വൽ മാസത്തിനും റബീഉൽ ആഖിറും ഇനി വരുന്ന ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ എല്ലാ മാസത്തിനും അതിൻ്റേതായ ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ട്. അപ്പോൾ ഉസ്താദ്, ഞങ്ങളിത് കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്. നമ്മളിത് കേട്ട കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് ഉസ്താദുമാർ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് യൂട്യൂബൊക്കെ വ്യാപകമായപ്പോൾ ഇത് വേഗത്തിൽ നമ്മളിലേക്ക് എത്തുന്നു എന്ന് മാത്രം. പണ്ട് യൂട്യൂബും സോഷ്യൽ മീഡിയയൊക്കെ ഇത്രമാത്രം വ്യാപകമാകുന്നതിന് മുന്നേ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് മദ്രസയിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓരോ മാസത്തിൻ്റെ ശ്രേഷ്ഠത. നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മറന്നുപോയി. അതുപോലെ തന്നെ ഉസ്താദുമാർ ഈ ജുമാ പ്രഭാഷണത്തിലൊക്കെ, പ്രസംഗത്തിലും അതുപോലെ വാദിൻ്റെ മജ്‌ലിസിലൊക്കെ ഇതൊക്കെ ഓരോ മാസത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞുതരും. നമ്മളൊക്കെ അപ്പോൾ കേൾക്കും, പിന്നെ നമ്മളതങ്ങോട്ട് ഓർത്തിരിക്കൂല അല്ലേ. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഓരോ മാസം തുടങ്ങുമ്പോൾ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട മാസമാണ് റബീഉൽ ആഖിർ മാസം. അതിന് പുണ്യമുണ്ട് ഇല്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. ഇല്ല, ആർക്കും അതിന് പറ്റൂല. കാരണം റബീഉൽ ആഖിർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? രണ്ടാം, ആ പേര് തന്നെ ഉണ്ട്, രണ്ടാം വസന്തം എന്നാണ്. അതായത് പ്രവാചകന്മാർക്ക് ശേഷം
പിന്നെ കടന്നു വന്ന വലിയമാർ, സ്വഹാബിമാരെല്ലാവരും വലിയമാരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് വലിയമാരിൽ പ്രധാനപ്പെട്ട ആൾ. ഒന്നാമത്തെ വലിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. സ്വഹാബിമാരാണ്. സ്വഹാബിമാരെല്ലാവരും ആരാണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. പിന്നെ നമ്മൾ സുൽത്താനുൽ ഔലിയ, നമ്മുടെ ഈ നമ്മൾക്കിടയിൽ നമ്മളൊരു പറച്ചിലുണ്ട്, സുൽത്താനുൽ ഔലിയ അല്ലേ? എന്താണ് അത്? മഹാനായ ശൈഖ് ജീലാനി തങ്ങളാണ്. അതെന്താ പറയാം, മഹാനവകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കറാമത്തുകൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ആളുകളാണ്. സ്വഹാബിമാരെന്ന് പറയാൻ എല്ലാവരും ഔലിയാക്കന്മാരാണ്. പക്ഷെ അവരൊക്കെ എന്താണ്, അവരുടെ കറാമത്തുകളൊക്കെ ഒളിപ്പിച്ചു വെച്ച ആളുകളാണ്. അത് വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് എന്താണ് കറാമത്തൊന്നും ഇല്ലാത്തത്? ആരാ പറഞ്ഞ കറാമത്തില്ലെന്ന്? മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്തുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ റബീഉൽ ആഖിറിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് റബീഉൽ അവ്വലിനെ പോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഔലിയാക്കന്മാരുടെ മാസം, പ്രത്യേകിച്ച് ഒരുപാട് വലിയമാർ, ഒരുപാട് ഔലിയാക്കന്മാർ, ഒരുപാട് മഹത്തുക്കൾ, ഉസ്താദുമാരൊക്കെ മരണപ്പെട്ട വഫാത്തായ ഒരു മാസവും കൂടിയാണ് റബീഉൽ ആഖിർ. നമുക്ക് റബീഉൽ ആഖിർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഹാനായ സുൽത്താനുൽ ഔലിയ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പറ്റി അല്ലേ? മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ, മഹാനവറുകളുടെ വഫാത്ത് സംഭവിച്ച പുണ്യമായ ഒരു മാസമാണ് ഈ ഒരു റബീഉൽ ആഖിർ മാസം. ഈ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ മാത്രമല്ല, ഇമാം ഹറമൈനി അല്ലേ, വലിയ മഹാനായിരുന്നു. അതുപോലെ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഡൽഹിയിലുള്ള വലിയ മശായിഖന്മാരുടെ നേതാവാകുന്ന നിസാമുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകളുടെ വഫാത്ത് സംഭവിച്ചതും ഈ മാസത്തിലാണ്. അതുപോലെ തന്നെ ഉമ്മുൽ മദാരിസ്, തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള ബാഖിയാത്തു സ്വാലിഹാത്ത്, അതിൻ്റെ നാളിറും അതിൻ്റെ ബാനിയുമൊക്കെയായിരുന്ന മഹാനായ അബ്ദുൽ വഹാബുൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഫാത്തും ഈ മാസത്തിലാണ്. അതുപോലെ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ, കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ്, അതുപോലെ അമ്പങ്കുന്ന് ബീരാനൗലിയ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, കോട്ടുമല ബാപ്പു മുസ്ലിയാർ തുടങ്ങി ഒരുപാട് മഹത്തുക്കൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ ഒരു മാസം കൂടിയാണ് ഈ ഒരു റബീഉൽ ആഖിർ മാസം. മാത്രമല്ല എൻ്റെ ഭാര്യ പിതാവും മരണപ്പെട്ട ഒരു മാസം കൂടിയാണ് ഈ റബീഉൽ ആഖിർ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ വാപ്പമാര്, ഉമ്മമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, കുടുംബക്കാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാവാം. ഇനി വരുന്ന ഈ റബീഉൽ ആഖിർ മാസത്തിൽ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുപാട് ഒരുപാട് ദറജകൾ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഖബറാകുന്ന ലോകത്ത് അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ദൈലമി തങ്ങൾ, ഇമാം അതുപോലെ തന്നെ ഫൈദുൽ ഖദീർ എന്ന കിതാബിലൊക്കെ പറയുന്നുണ്ട്, ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ്. അതായത് അംബിയാക്കന്മാർ, പ്രവാചകന്മാരെ പറ്റി പറയലും അവരെ ഓർക്കലും അതൊരു ഇബാദത്താണ്. അതുപോലെ സ്വാലിഹീങ്ങളായ ആളുകളെ പറ്റി പറയലും അവരെ പറ്റി ഓർക്കലൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുണ്യമായ റബീഉൽ ആഖിർ മാസം ഒരുപാട് മശായിഖന്മാർ, ഔലിയാക്കന്മാർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാസമാണ്. അവരെ പറ്റിയൊക്കെയുള്ള മദ്ഹുകൾ പറയുക, അവരെ പറ്റിയൊന്ന് ഓർക്കുക, അതൊക്കെ വലിയ പുണ്യമുള്ള അല്ലെ. ഒരുപാട് മഹാന്മാർ, ഔലിയാക്കന്മാർ, ശുഹദാക്കൾ, മുൻകഴിഞ്ഞു പോയ നമ്മുടെ ഒരുപാട് മഹത്തുക്കൾ, നമ്മളെ പഠിപ്പിച്ച മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, അവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഇൻഷാ അല്ലാഹ് മറന്നു പോവരുതേ. ഒരു ഫാത്തിഹ, മരണപ്പെട്ട ഉമ്മ, വാപ്പ, അതുപോലെ ഭർത്താവ്, ഭാര്യ, നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാർ, അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ ഒരുപാട് ഔലിയാക്കൻ, എല്ലാവർക്കും വേണ്ടി ഈ റബീഉൽ ആഖിർ മാസത്തിൻ്റെ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ തന്നെ മനസ്സിൽ കരുതുക, എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഞാനൊരു ഫാത്തിഹ ഓതി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യും ഇൻഷാ അല്ലാഹ്. കുടുംബാദികൾ മരണപ്പെട്ട ആരൊക്കെ ഉണ്ടോ, എൻ്റെ വല്ലുമ്മമാർ, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഒരു ഫാത്തിഹ ഓതും എന്ന് നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതുക. അങ്ങനെ ഫാത്തിഹ ഓതുന്നത്? മരണപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫാത്തിഹ മനസ്സിൽ കരുതുക. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, എൻ്റെ കുടുംബക്കാർ, അല്ലെങ്കിൽ മഹാനായ ഇമാം ശൈഖ് ജീലാനി തങ്ങൾ, ആരാണോ നമ്മൾ ഓതാൻ ഉദ്ദേശിക്കുന്നത്, ഹദിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെ നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരിക. അല്ലാഹു പടച്ചവനെ, അവർക്ക് വേണ്ടി ഞാനിത് ഒരു ഫാത്തിഹ ഓതുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അത് കഴിഞ്ഞ് 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 1 പ്രാവശ്യം
സൂറത്തുൻ നാസ്. ഇത് ഓതിയിട്ട് നമ്മൾ ദുആ രക്കുക. അല്ലാഹു ഞാൻ ഓതിയ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതി നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രതിഫലമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഹദിയ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹദിയ ചെയ്യേണ്ട ഒരു പുണ്യമായ മാസത്തിലൂടെയാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. അപ്പോൾ ഔലിയാക്കന്മാരെ പറ്റി പറയുക, അവരെ പറ്റി പറയുന്നത് കേൾക്കുക, അവരുടെ ജീവിതം പഠിക്കുക. ഇതൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാവാൻ, വലിയ സലാമത്തുണ്ടാവാൻ കാരണമാണ്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിസ്സാരന്മാരല്ല, അവരൊക്കെ അള്ളാനെ ഓർത്ത് കരഞ്ഞവരാണ്, അള്ളാഹുവിനെ സദാസമയം ഓർത്തവരാണ് അല്ലേ. ഈ അമ്പങ്കുന്ന് ബീരാൻ ഔലിയയെ പറ്റി പറയുന്നത് മഹാനവറുകളിങ്ങനെ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ തെങ്ങ് കാണുമ്പോൾ ഇങ്ങനെ തേങ്ങയിലേക്ക് നോക്കും, എന്നിട്ട് പറയും തേങ്ങ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്ലാവ്, അതിനകത്ത് ചക്ക പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ജാതി മരം, അതിനകത്ത് ജാതിക്ക കണ്ട ജാതി പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആൾക്കാർ ഓർക്കുന്നത് എന്താണ്, ഭ്രാന്താണ്. ഓരോ വസ്തുവിനെ കണ്ടിട്ടും പടച്ചവനെ, ഇത് പടച്ചവനാണ് അങ്ങനെ പറയും. സത്യത്തിൽ അത് ഭ്രാന്തല്ല, അവരൊക്കെ വലിയ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു തെങ്ങ് കണ്ടു, അല്ലെങ്കിൽ ഒരു പ്ലാവ് കണ്ടു, ഒരു മാവ് കണ്ടു, നമ്മളെന്താ ഒന്നുമില്ല, മാവ് നല്ല മാങ്ങയാണ്, അല്ലെങ്കിൽ എന്താ നല്ല വിളവൊത്ത ചക്കയാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും, നമ്മൾ അതിൻ്റെ അഭിപ്രായം പറയും. പക്ഷേ നമ്മൾ പറയുന്ന അഭിപ്രായമല്ല അവർ പറയും, അവർ ആഖിറത്തേക്കുള്ള അഭിപ്രായമാണ്. നമ്മൾ ദുന്യവിയായ അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ അവർ പറഞ്ഞത് ആഖിറത്തിലേക്കുള്ള അഭിപ്രായമാണ്. അല്ലാഹുവേ ആ ചക്കയെ നീയാണ് പടച്ചവൻ അല്ലേ, നീയാണ് പടച്ചത്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. വല്ലാത്തൊരു വാക്കല്ലേ. ഒരു മാവ് കണ്ടു, അതിൽ മാങ്ങ കണ്ടു, അപ്പോൾ പറയും മാങ്ങ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചവനെ ആ മാങ്ങ അത് നീയാണ് പടച്ചത് അല്ലേ, നീയാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരൊക്കെ കണ്ടതും കേട്ടതൊക്കെ നേരെ അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്നൊരു പരിപാടിയായിരുന്നു. നമുക്കതില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അവർ സദാസമയം ദിക്റുകൾ പറയുന്നവരായിരുന്നു. അവർ അള്ളാഹനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞവരാണ് അല്ലേ. അവരൊക്കെ എപ്പോഴും ദിക്റുകൾ ഇങ്ങനെ പറയുന്നു, സ്വലാത്തുകൾ പറയുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ദുഃഖമോ സങ്കടമോ അവർ അലട്ടുന്നില്ല. അവർക്ക് എത്ര സങ്കടം വന്നാലും അവർക്കൊരു പ്രശ്നമല്ല, എത്ര സുഖം കിട്ടിയാലും എത്ര സന്തോഷമുണ്ടായാലും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് അള്ളയാണ് വേണ്ടത്, അള്ളയാണ് എപ്പോഴും അല്ലേ. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ, അതുപോലെ ഒരുപാട് മഹത്തുക്കൾ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ടു പറഞ്ഞ, അവരൊക്കെ ആ ഒരു ലെവലിലെത്താൻ അവർ വെറുതെ ഇബാദത്തുകൾ മാത്രമല്ല, അവർ ഒരുപാട് ദിക്റുകൾ പറയുമായിരുന്നു, സ്വലാത്തുകൾ പറയുമായിരുന്നു. ഒരുപാട് ഔലിയാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. നമുക്കറിയാമല്ലോ, ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മളത് അധികരിപ്പിക്കുക, ഒരുപാട് വട്ടം പറയുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമുക്കും വലിയൻ്റെ ഒരു പദവിയിലേക്ക് എത്തണോ, ഈ പറയപ്പെട്ട ഔലിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കണോ, ഈ ദിക്ർ പറഞ്ഞോ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു പടച്ചവനെ അവരോടൊപ്പം ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ സ്വർഗത്തിൽ കടക്കാൻ. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഒരു ദിക്ർ അവരിങ്ങനെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കും. പിന്നെയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അതും അവർ പറയുന്ന ദിക്റാണ്. പിന്നെ സ്വലാത്ത് ചൊല്ലുമായിരുന്നു, ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലുമായിരുന്നു. അള്ളാഹുവിൻ്റെ വലിയമാർ ഔലിയാക്കന്മാർ, അവരെപ്പോലെ നമുക്കാവാൻ പറ്റുമോ ഉമ്മമാരെ? ആവാൻ പറ്റിയാൽ വലിയ ഖൈറാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, വലിയമാരിൽപ്പെട്ട മഹാനായ ഗസാലി ഇമാം മഹാനവറുകൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ദിക്റുകൾ 1000 വട്ടം പറയുമായിരുന്നു. നമ്മളൊക്കെ ഒരു ദിവസം ഒരു ദിക്ർ പോലും പറയാറില്ല. അവരൊക്കെ 1000 വട്ടമാണ് ഓരോ ദിവസവും ദിക്റുകളും സ്വലാത്തുകളൊക്കെ ഇങ്ങനെ മാറി മാറി ചൊല്ലിയിരുന്നത്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഔലിയാക്കന്മാരോടൊപ്പം നമുക്ക് അവരെ പോലെ ആവാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. കാരണം അവരോട് നമ്മൾ ഇഷ്ടം വെക്കുക, അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഔലിയാക്കന്മാരെ നമ്മൾ ഇഷ്ടം വെക്കുക. ചില ആൾക്കാർ CM മടവൂർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് വല്ലാത്ത വെറുപ്പ്. എന്തിനാ വെറുപ്പ്? അവരെ ആ മഹാനെ പറ്റി ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്, ഇല്ലാത്ത കറാമത്ത് പറയുന്നുണ്ട്. CM മടവൂർ മഹാനവറുകൾ എൻ്റെ പടച്ചോനാണെന്നൊക്കെ പറയുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട.
അവരൊക്കെ പല അബദ്ധങ്ങളും വിളിച്ചു പറയും, പല വിവരക്കേടും വിളിച്ചു പറയും. നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ മഹാനവകളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരൊക്കെ എങ്ങനെയാണ് ആ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്? വെറുതെ അല്ലല്ലോ, വെറുതെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടല്ലല്ലോ. അവരൊക്കെ ഒരുപാട് ഇബാദത്ത്. നമ്മൾ CM മടവൂർ റഹ്മത്തുള്ളാഹി അലൈഹി പറ്റി മാത്രം പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞത് അല്ലെ, ഒരുപാട് പേര് കണ്ടതാണ്. മഹാനവകളുടെ A to Z കാര്യം അല്ലെ, മഹാനവകളുടെ പഠനം, ജനനം, അതുപോലെ വഫാത്ത്, അവരുടെ ജീവിതം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ആ CM മടവൂരെന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ അപ്പം തന്നെ അതാരാ ഇത് ആരാന്നൊക്കെ പറഞ്ഞ് ഔലിയാക്കന്മാരെ കുറ്റം പറയാറുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങളെ പറ്റി പറയുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് അല്ലെ, നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരെയൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും പുച്ഛമാണ്. അവരെ നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിൽ പുച്ഛിക്കരുത്. ബഹുമാനിച്ചില്ലെന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചില്ല, പക്ഷെ പുച്ഛിച്ചാൽ, അവർ നമ്മളെ നിന്ദിച്ചാൽ, അവർ നമ്മളെ നിസ്സാരമാക്കിയാൽ വലിയ തിന്മയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പറയാനോ കുറ്റം പറയുന്നത് കേൾക്കാനോ നിൽക്കണ്ട. അവരൊക്കെ വലിയ ഉന്നതന്മാരായ ആളുകളാണ്. ഒന്നാമത് അതാണ്, ഔലിയാക്കന്മാരെ സ്നേഹിക്കുക. പിന്നെയോ ഔലിയാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ നമ്മളും ചെയ്യാൻ ശ്രമിക്കുക. ഫർളായ കാര്യങ്ങൾ സ്ഥിരമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഫർളിനെ പോലെ അവർ നിർബന്ധമായി ചെയ്തിരുന്നു സുന്നത്തായ കാര്യങ്ങൾ. ഫർളിനെ പോലെ അത്രമാത്രം ഗൗരവത്തോടു കൂടി സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെയോ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ പാരായണം അവർ നിത്യമാക്കിയിരുന്നു. പ്രത്യേകിച്ച് എല്ലാ വലിയമാരും അവരൊക്കെ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അവരത് മുറുകെ പിടിക്കും സൂറത്തിൽ. കാരണം അള്ളാനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിങ്ങനെ എപ്പോഴും ഔലിയാക്കന്മാർ ഓതുമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നിട്ട് ഓരോ സൂറത്ത് ഓതിയിട്ടും ഷഫി അവരിങ്ങനെ സ്വന്തം മന്ത്രിക്കുമായിരുന്നു എന്നാണ്. അവർ ഹൃദയത്തിലേക്ക്, അവർ നെഞ്ചിലേക്ക് അവരിങ്ങനെ ഓതും. അത്രമാത്രം വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഔലിയാക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണം, അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് വ്യാഴാഴ്ചയാണ്, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടി പിറ കണ്ടാൽ, റബീഉൽ ആഖിറിൻ്റെ നിലാവ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പറയേണ്ടത് അല്ലാഹു അക്ബർ. മറക്കരുതേ, അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർള റബ്ബുനാ വറബ്ബുകല്ലാഹ്. ആ ദിക്ർ മറന്നു പോകരുത്. ഉസ്താദ് എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിലും നിങ്ങൾ ഇത് തന്നെയല്ലേ പറയാറുള്ളത്? അതെ, ഇത് തന്നെ. ഈ ഒരു ദിക്റാണ് ഒരു മാസത്തിൻ്റെ തുടക്കം. ഒരു മാസം പിറ കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ഈ ദുആ പറഞ്ഞാൽ നമുക്ക് ആ മാസത്തിൽ വലിയ കാവലുണ്ടാകും, വലിയ വലിയ സന്തോഷങ്ങളുണ്ടാകും. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹു നീയാണ് വലിയവൻ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർള റബ്ബുനാ വറബ്ബുകല്ലാഹ്. നമ്മൾ പറയുന്നു, അല്ലാഹു ഈ മാസം ഞങ്ങൾക്ക് ബറക്കത്തിൻ്റെ, ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, റാഹത്തിൻ്റെ ഒരു മാസമാക്കി തരണം. എല്ലാ അപകടങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് കാവൽ നൽകണം, എല്ലാ നന്മയും ചെയ്യാനുള്ള അവസരം നൽകണം എന്നൊക്കെയാണ് ആ ദുആഇൻ്റെ അർത്ഥം. അപ്പോൾ ആ ദുആ നമ്മൾ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പറഞ്ഞ് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറയാം. ഈ ദുആ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പറയാൻ മറക്കരുത്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർള റബ്ബുനാ വറബ്ബുകല്ലാഹ്. മാത്രമാണോ? അല്ല, തീർന്നില്ല. തബാറക സൂറത്ത്, മുൽക്ക് സൂറത്ത് മറന്നു പോവാതെ പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്കിന് 30 ആയത്തുണ്ട്. അതായത് ഇനി വരുന്ന ഈ റബീഉൽ ആഖിർ 30 ദിവസവും അള്ളാഹുവിൻ്റെ വലിയ കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഈ ഓരോ ആയത്തുകളും മതിയാകുന്നതാണ്. ഈ ഒരു സൂറത്ത് നമ്മൾ ഓതി റബീഉൽ ആഖിർ മാസത്തിൻ്റെ തുടക്കത്തിൽ സൂറത്ത് ഓതിയാൽ ആ മാസം നമ്മൾ മരണപ്പെട്ടാൽ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവലുണ്ടാകും. കാരണം ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാവലിനായിട്ട് സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യം ശ്രദ്ധിക്കുക. പിറ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. പിന്നെ മാത്രമല്ല ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഔലിയാക്കന്മാർ സ്ഥിരമായി ചെയ്തിരുന്ന പരിപാടി ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഒരു പാപം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എപ്പോഴും ഇങ്ങനെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറയും. നമ്മളൊക്കെ പരമാവധി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ ആഖിർ മാസം, റബീഉൽ ആഖിർ മാസം എന്ന് പറഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, 4ാമത്തെ ഹിജ്റ കലണ്ടറിൻ്റെ 4ാമത്തെ മാസമാണ്. അതിപ്രധാനപ്പെട്ട മാസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ
നമുക്ക് ബാക്കിയുണ്ട്. ഈ മാസത്തിൽ നമുക്ക് അതൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോടൊപ്പം സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ഉസ്താദേ ദ്വാരക്കണേ എന്ന് നമ്മുടെ രാവിലത്തെ വീഡിയോകൾക്ക് താഴെ, അതുപോലെ വൈകിട്ട് നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ ഒരുപാട് പേരാണ് ദുആ വസിയത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ ഒരുപാട് പേര് കമൻറ്റായി എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേര് നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്. പലരും പറയുന്നത് ഉസ്താദേ ഞങ്ങൾക്ക് കമൻറ്റൊന്നും എഴുതാൻ അറിയില്ല, നിങ്ങൾ ദ്വാരക്കീൻ എന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല അങ്ങനെ പറഞ്ഞവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ചു കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അല്ലേ, ഈ മാസത്തിൽ ഒരുപാട് മൗലിദോതി, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു. നമ്മൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു, അതുപോലെ മിഠായി കൊടുത്തു. നബിദിനത്തിന് നമ്മൾ ഒരുപാട് ചീരന് കൊടുത്തു. നബിദിനത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് സഹായിച്ചു. അതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ, സ്വലാത്തൊക്കെ ഒരുപാട് ചൊല്ലിയവരുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എത്രയോ ഉമ്മമാരാ ചൊല്ലിയത്. ഞാൻ പറഞ്ഞ കാരണം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞ എനിക്കും കൂലി കിട്ടും, ചൊല്ലിയ നിങ്ങൾക്കും കൂലി കിട്ടും. ഇതിൻ്റെ അണിയർ പ്രവർത്തകർ ഇതൊക്കെ നമുക്ക് സൗകര്യം ഒരുക്കി തന്നു, അവർക്കൊക്കെ പ്രതിഫലം കിട്ടും. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസം നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തോ ഇനി ഇതുപോലെ തന്നെ വരുന്ന മാസങ്ങളിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും അതനുസരിച്ച് ജീവിതത്തിൽ വിജയിക്കാനും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അള്ളാഹു പടച്ചവനെ ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ പകലിലായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളുള്ളത്. റബ്ബേ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മവും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്ന് നോമ്പുകാരായിട്ടുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെയൊക്കെ നോമ്പ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ കാര്യവും നീ റാഹത്തിലും സന്തോഷത്തിലും ബറക്കത്തിലുമാക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.